നോക്കൂ, നിങ്ങൾ മനുഷ്യന്റെ അന്വേഷണങ്ങളെ, പഠനങ്ങളെ, ചരിത്ര ഗവേഷണങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്തെല്ലാം തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇവിടെ നടന്നത്, എന്തുമാത്രം വലിയ ഗവേഷണങ്ങളാണ് നടന്നത്, എത്ര വലിയ രചനകളാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത്. നിങ്ങൾ മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ ചരിത്ര ഗ്രന്ഥം താരിഖ് അൽ കാമിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏകദേശം 13 വാല്യങ്ങളുള്ള വലിയ ഒരു ചരിത്ര പുസ്തകം മഹാനായ ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായത്തു വന്നിഹായ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ 21 വാല്യങ്ങളുള്ള വലിയ ചരിത്ര പുസ്തകം താരിഖ് ത്വബരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇമാം ദഹബിയുടെ ഹദീസിന്റെ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, റാവിമാരെ കുറിച്ചുള്ള വലിയ പഠനം സിയറു അലാമിൻ നുബല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുമാത്രം വലിയ സംഭാവനകളാണ് ലോകത്തവരെല്ലാം സമർപ്പിച്ചത്. ഫാദർ ഓഫ് സോഷ്യോളജി ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ലോകം വിളിക്കുന്ന മഹാനായ മധ്യകാലത്തിലെ അത്ഭുതം, മധ്യകാലഘട്ടത്തിന്റെ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന പിൽക്കാലത്തെ എല്ലാ ചരിത്ര രചനകൾക്കും ഒരു വഴികാട്ടിയായി ലോകത്ത് നിന്നും വിശദീകരിക്കപ്പെടുന്ന ഇബ്നു ഖൽദൂനിന്റെ കിതാബുൽ ഇബർ, അതിന്റെ മുഖദ്ദിമ, ലോകത്ത് ഒരു ചരിത്ര പുസ്തകത്തിന്റെ ആമുഖം വലിയ ചർച്ചയാകുന്ന, ലോകത്ത് വലിയ ഒരു റഫറൻസ് ആയി മാറുന്ന, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഒരു മഹാത്ഭുതമെന്ന് ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ പുസ്തകം ലോകത്ത് രചിക്കപ്പെട്ടു. അത് നമ്മുടെ വായനക്കിടയിൽ കടന്നു വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, പ്രവാചകന്റെ സീറ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ത്യാഗങ്ങളുടെ കഥ പറയുന്ന, സഹനങ്ങളുടെ കഥ പറയുന്ന, ഹിജ്റയുടെ പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന, പീഡനത്തിന്റെ, പ്രയാസങ്ങളുടെ, വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അങ്ങേയറ്റം ജീവൻ ബലികഴിപ്പിച്ച സ്വഹാബാ കിറാമിന്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ വായനക്കിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ടുണ്ടോ? ഭാരതന്മാരായ ഇമാമുമാർ കടന്നു വന്നിട്ടുണ്ടോ? നോക്കൂ, സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാണ്. ലോകത്ത് കടന്നുപോയ ഇവിടെ കുരിശ് യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്ത്യയിലെ പൂർവ്വകാല മുസ്ലിങ്ങളുടെ ലഗസിയെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു, ലോകത്തിന്റെ മംഗോളിയരുടെ ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു. നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ധാരണയുള്ളത്? എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ മുസ്ലിം ലോകം മറികടന്നത്? എങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമിന്റെ വ്യാപനം ഉണ്ടായത്? ഖുലഫാ ഉർ റാഷിദുകളുടെ ഭരണകാലഘട്ടത്തിന് ശേഷം അമവിയ ഭരണാധികാരികൾ ഭരണം നടത്തി. വലീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിമിന്റെ നേതൃത്വത്തിൽ സിന്ധു വരെ ഇസ്ലാമിന്റെ ശബ്ദമെത്തി, സന്ദേശമെത്തി, ആളുകളെത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് മൂസ ബിൻ നസീറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ആളുകൾ കടന്നു ചെന്നു. യൂറോപ്യൻ നാടുകളിലേക്ക് ത്വാരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ കടന്നു ചെന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിൽ നിന്നുകൊണ്ട് 4000-ഓളം വരുന്ന സൈനികർ യൂറോപ്പിലേക്ക് പ്രവേശിക്കാൻ മടിച്ചു നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ത്വാരിഖ് ബിൻ സിയാദ് നടത്തിയ മനോഹരമായ സംസാരമുണ്ട്. അയ്യുഹന്നാസ് ഐനൽ മഫർ, മനുഷ്യരെ എവിടെയാണ് നിങ്ങൾക്ക് രക്ഷയുള്ളത്? അൽ അദു അമാമക്കും വൽ ബഹ്റു വറാഅക്കും, നിങ്ങളുടെ മുന്നിൽ ശത്രുക്കളാണ്, നിങ്ങളുടെ പിന്നിൽ അലയടിക്കുന്ന കടലാണ്, സമുദ്രമാണ്, നിങ്ങൾക്ക് വേറെ രക്ഷയുമില്ല. അങ്ങനെ ഒരു പുതിയ വഴി അവിടെ വെട്ടിത്തുറക്കുകയാണ്. യൂറോപ്യൻ നാടുകളിലേക്ക് മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടാകുന്നതിന്റെ സ്പെയിൻ ഉൾപ്പെടെയുള്ള പിന്നീട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായ മാതൃകയായി നമ്മൾ അവതരിപ്പിക്കാറുള്ള ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായിരുന്നു അത്. താരിഖ് ബിൻ സിയാദിനെ വായിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കാതോർക്കാൻ ചരിത്രത്തിന്റെ അക്ഷരക്കൂട്ടുകളിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് സാധിച്ചിട്ടുള്ളത്? അതുകൊണ്ട് നമ്മുടെ അന്വേഷണങ്ങളിൽ, നമ്മുടെ പഠനങ്ങളിൽ, പുതിയ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് മുന്നോട്ട് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, കരിയറിനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച് വലിയ കൺസേൺ ജീവിതത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം വെച്ചു പുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞ നാളുകളെ അറിയാൻ നമുക്ക് കഴിയണം.